എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം നേരത്തെ ഒത്തിരി തവണ പറഞ്ഞിരുന്നാണ്, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം ചില ആളുകൾക്ക് വേണ്ടിയിട്ട്. ഭൂമിയിലെ ഏറ്റവും ക്രൂരതയുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ വാക്കുള്ളൂ. തീർച്ചയായിട്ടും അത് ഇനി വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദ്യപേപ്പറിൽ ഒരു ഉത്തരം വരണമെങ്കിൽ, ഒരു ചോദ്യം ഒരു ഉത്തരമാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം പണ്ട് മുതലേ തിന്മ എന്ന് പറയുന്നത് മനുഷ്യൻ, അതിന്റെ പര്യായം മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ മൃഗങ്ങളല്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, പണ്ട് മുതലേ നമ്മൾ നായകൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നായകൾ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് നായകൾ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. നായകൾ പ്രസവിക്കുന്നു, സാധാരണ നാച്ചുറലായിട്ട് എല്ലാ ജീവികളും പ്രസവിക്കുന്നു, അവരുടെ കുട്ടികളൊക്കെ വളർന്നു, അതിന്റെ രീതിയിൽ പ്രകൃതിയിൽ ഇടപഴകി അങ്ങനെ ജീവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളെ നാട്ടില് പ്രധാനപ്പെട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, നായ പ്രസവിച്ചു കഴിഞ്ഞാൽ ശല്യാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് ഈ അമ്മനായെ പോലും അറിയാണ്ട് അമ്മനായയിൽ നിന്ന് പാൽ കുടിക്കുന്ന അമ്മനായയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർപ്പെടുത്തിയിട്ട് ചാക്കിലും